എറണാകുളത്ത് വാഹനയാത്രക്കാർക്ക് മരണക്കെണി ഒരുക്കി റോഡിൽ കെ.എസ്.ഇ.ബിയുടെ വക കുഴികൾ. മാഞ്ഞാലി അത്താണി എയർപോർട്ട് റോഡിൽ കേബിളുകൾ സ്ഥാപിക്കാനായി കെ.എസ്.ഇ.ബി ഉണ്ടാക്കിയ കുഴിയിൽ വീണ് സുലൈമാൻ എന്ന ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാതിരുന്നതിനാൽ കുഴി കണ്ടില്ലെന്ന് അപകടത്തിൽപ്പെട്ട സുലൈമാൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സംഭവത്തിൽ കെ.എസ്.ഇ.ബിക്കെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വന്നു. എന്താ സംഭവിച്ച? കുഴി കാണാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല അല്ലേ? അല്ലല്ല, കുഴി ഒരു ബാരിക്കേഡ് ഒക്കെ അല്ലെങ്കിൽ ഒരു നാട ചുറ്റിയിട്ട് വല്ല ഒരു അടയാളം പെടുത്തുകയൊന്നും അവർ ചെയ്തിട്ടില്ല. വെറുതെ ഒരു ഇങ്ങനെ രണ്ടാൾ താത്തിയിട്ട് അതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുമ്പോൾ ആ വെട്ടടിച്ചാൽ നമുക്ക് കാണാൻ പറ്റൂല. ഹോട്ടൽ പണിക്കാണ് പോണത്. നല്ല താഴ്ചയുള്ള കുഴിയായിരുന്നു. രണ്ടാൾ താഴ്ചയുണ്ടായിരുന്നു. തലക്ക് 7 സ്റ്റിച്ച് ഉണ്ട്. സംഭവിച്ചത് ആരെങ്കിലും വിളിക്കോ എന്തെങ്കിലും ചെയ്തിരുന്നോ? അവരാരും വിളിച്ചിട്ടില്ല, അവരൊന്നും പറഞ്ഞിട്ടുമില്ല. യാത്രക്കാർക്ക് കെ.എസ്.ഇ.ബിയുടെ വക ഒരു മരണക്കുഴിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് മാഞ്ഞാലി അത്താണി എയർപോർട്ട് റോഡാണ്. ഒരുപാട് വാഹനങ്ങൾ വരുന്ന റോഡാണ്. അവിടെയാണ് 80 മീറ്റർ ഇടപെട്ടിങ്ങനെ യാത്രക്കാർക്ക് അപകടക്കെണി ഒരുക്കിക്കൊണ്ടുള്ള കെ.എസ്.ഇ.ബിയുടെ നടപടി വന്നിരിക്കുന്നത്. കേബിൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കെ.എസ്.ഇ.ബി കുഴിച്ച കുഴികളാണ് മുന്നറിയിപ്പിനായി ആകെ വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്രമീകരണം മാത്രമാണ്. എങ്ങനെയാണ് രാത്രിയും പുലർച്ചെയും ഒക്കെ വരുന്ന വാഹനയാത്രക്കാർ ഇത് കണ്ട് ഇവിടെ ഒരു കുഴിയുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഉയർന്ന ചോദ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വളവിലൂടെ ഒരു വാഹനം വരുമ്പോൾ എതിർഭാഗത്ത് നിന്ന് വരുന്ന വാഹനം സ്വാഭാവികമായും ഈ വഴി ചേർന്ന് വരും. അവർ കുഴിയുണ്ടെന്നറിയാതെ ഇതിൽ വീഴുകയും അപകടത്തിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പല പ്രാവശ്യം ഉദ്യോഗസ്ഥരെയും കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരെയും PWD ഉദ്യോഗസ്ഥരെ കണ്ടിട്ടും ഇതിനൊരു നടപടി ഉണ്ടായില്ല. ഇന്നലെ വെളുപ്പിന് 5 മണിക്ക് ഹോട്ടൽ തൊഴിലാളിയായ സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കുഴിയിൽ വീഴുകയും തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റുകയുണ്ടായി. നിരന്തരമായി രാത്രികാലങ്ങളിൽ ബൈക്ക് അപകടം സ്ഥിരമായി ഇവിടെ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നമുക്കിത് തന്നെയാണ് പണി. മെമ്പർമാരെ വിളിക്കുക, ആരെങ്കിലും വീഴുമ്പോൾ പെട്ടെന്ന് മെമ്പർമാരെ വിളിക്കുക, ഇവരെ വന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കൊടുക്കും. ബൈക്കിൽ വരുമ്പോൾ പെട്ടെന്ന് കാണൂല രാത്രി. ഒന്നാമത് വളവല്ലേ വരുന്നത്, നമുക്കിപ്പോൾ പെട്ടെന്ന് കാണാം. വലിയ വണ്ടി വരുമ്പോൾ നമുക്ക് ഒതുക്കി പോകാനായിട്ടുള്ള സൈഡ് ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ നഷ്ടമാകുന്നത് വരെ കാത്തിരിക്കുകയാണോ ഈ കുഴികൾ മൂടാൻ എന്ന ചോദ്യമാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ ശരത്തം പാട്ടുകാവിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.